സൺഡേ ഫണ്ട് എന്നാണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒരു ഔട്ടിങ്ങിന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ വൈകിട്ട് നമ്മൾ പുത്തനത്താണി നടക്കുന്ന എക്സിബിഷൻ കാണാനായിട്ടാണ് പോയത്. നമ്മളങ്ങനെ ചെന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്ത് കയറി ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് മീനുകൾ ഉണ്ടായിരുന്നു. മിത്തു ഇതൊക്കെ കണ്ട് വായും പൊളിച്ച് നിൽക്കുന്നത് കാണാലോ. ഇങ്ങനെ കുറച്ച് പെശക്കാണെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ മുതലേ എന്തോ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. മീനുകൾ മാത്രമല്ല ബേർഡ്സും അതേമാതിരി ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ നമ്മൾ കുറെ പസ്കികളെയൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. അമ്മയും ചേച്ചിയും പിള്ളേഴ്സും ഒക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്, സർപ്പം കഴിഞ്ഞില്ല. മൃഗങ്ങൾ മാത്രമല്ല ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ, ആല വള കമ്മല അങ്ങനെ എല്ലാം. പിന്നെ ഇതൊക്കെ നോക്കി കാണാൻ മാത്രമേ ചെയ്തുള്ളൂ, ഒന്നും വാങ്ങാൻ പോയില്ല. മിത്തു ഒരേ വാശി. അത് കണ്ട മുതല് മേമ അത് അമ്മ അത് ഇത് എന്തോരം നുറുക്കുകളായി നിരന്നിരിക്കുന്നു. പിന്നെ നമ്മുടെ പണ്ടത്തെ കുറെ വെറൈറ്റി മിഠായികൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഏത് വാങ്ങുന്നുള്ള കൺഫ്യൂഷൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം നമ്മളങ്ങോട്ട് പണ്ട് തിന്നതാണ്, അടിപൊളിയാണ്, സെറ്റാണെന്നൊക്കെ പറഞ്ഞ് മേടിച്ച് വായിൽ വെച്ചത് മക്കളെ തീർന്നു. പഴകി എന്നത്തെയോ സാധനമായിരുന്നു. പിന്നെ സ്ഥിരം നമ്മുടെ കുറച്ച് ഷോ ഓഫ് എല്ലാരും കണ്ടല്ലോ. പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്ത് സാധനങ്ങൾ ഉണ്ടാലും എന്റെ അമ്മ ഒന്ന് അവിടെ നിൽക്കും. മിത്തു കരഞ്ഞ് ലാസ്റ്റ് ഒരു പോപ്കോൺ മേടിച്ചെടുത്തു. ഒരാളെ ഇതൊന്നും തൊടാൻ സമ്മതിച്ചില്ല. കണ്ടല്ലോ, ഒന്നെടുത്തന്നെയാണ് കാണുന്നത്. ഒന്നെന്നല്ല കുറച്ചധികം, നമ്മൾ പിന്നെ വിട്ടുകൊടുക്കില്ലല്ലോ. അങ്ങനെ മക്കളെ പെരുമഴയോട് പെരുമഴയായിരുന്നു. അങ്ങോട്ട് ശരിയല്ലാത്ത സമയത്ത് തോന്നുന്നു ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടെ. പിന്നെ നമ്മൾ മഴയൊക്കെ ഒന്ന് മാറിയപ്പോ ഇനി റൈഡിൽ കയറാന്നുള്ള രീതിക്ക് നടന്ന് വരികയാണ്. അപ്പോഴാണ് ദേ നിൽക്കുന്നു, എന്തൊക്കെയോ കാര്യമായിട്ട് ഇവരുണ്ടാക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് മേടിക്കാന്നുള്ള രീതിക്കാണ് വന്നത്. അങ്ങനെ നമ്മൾ ടോക്കൺ എടുത്ത് പാനിപ്പൂരി മേടിച്ചു. പാനിപ്പൂരി ട്രൈ ചെയ്ത് നോക്കുന്ന എന്നെയാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നത്. കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവ്യൂ പറയുന്നുണ്ട് ഞാൻ. മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്താണെന്ന്. മക്കളെ വേണ്ട, ഡോണ്ട് ട്രൈ. മഴ പെയ്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഒരു പാത്തുമേനെ നമുക്ക് കാണാം. വേറെ ആരുമല്ല, നമ്മുടെ അമ്മ. പോപ്കോൺ മേടിച്ചിട്ട് മിത്തൊന്നും തന്നില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ലച്ചു ദേ പോയിട്ട് ഒരു പഞ്ഞിമിഠായി മേടിച്ച്. നമ്മളതിലും കൈയിട്ടുകാരല്ലോ, അത് പിന്നെ അങ്ങനെയല്ലേ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം റൈഡുകളൊക്കെ തുടങ്ങിയിരിക്കുന്നു. മിത്തുവിന് ആദ്യം തന്നെ കേട്ടുവിട്ടു. ഒരു സ്വൈര സമാധാനം ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ ലക്ഷ്യം മറ്റേ തോണിയിലേക്കായിരുന്നു. ഈ കാണുന്ന സാധനം ടിക്കറ്റ് ഒക്കെ എടുത്ത് മെയിനായി ഞങ്ങളിതിൽ കയറാൻ പോകണമെന്നൊക്കെ പറയുന്നത് തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത്. അങ്ങനെ അടിപൊളിയായി കയറിയിരുന്നു. നടുവിൽ ഞാൻ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് നടുവിൽ കയറിയിരുന്നു. പക്ഷേ ഇത് ഭയങ്കരമായ ചതിയായിരുന്നു. വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് ഫോണൊക്കെ കയ്യിൽ വെച്ച ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫോൺ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു. നമുക്ക് കണ്ട പരിപാടിയൊന്നും നടക്കില്ല ഗൈസ്. വീടെത്തുന്നവരെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കാട്ടിയതിന് ഇവരെ രണ്ടുപേരും കളിയാക്കൽ മാത്രമാണ് ഒരു മിച്ചം ഉണ്ടായത്. ഞങ്ങൾ കയറി കുറച്ച് കഴിഞ്ഞത് മഴ നല്ലോണം അങ്ങോട്ട് പോയി. ഞാൻ മഴ കൊണ്ടതിൽ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി. എന്നിട്ട് ആ സ്റ്റോളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു തോർത്തുണ്ട് വാങ്ങി തലയും തോർത്തിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. ഏതായാലും വന്നതല്ലേ ഹാലമാള കൂടി കയറി പോകാന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ഒന്ന് കയറി മാക്സിലൊക്കെ ഒന്ന് കയറി ഡ്രസ്സുകളൊക്കെ ഒന്ന് നോക്കി. വാവ്, നല്ല അടിപൊളി ഇയറിംഗ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പ്ലേ ഏരിയ പോയി. എന്റെ ഫ്രണ്ട് അവിടെ വർക്കിംഗ് ആണ്. അപ്പൊ മിത്തു അവനെ മെല്ലെ പിടിച്ചു. എല്ലാ ഗെയിംസിലും കയറി അവന്റെ കയ്യൊപ്പ് കാണിച്ചു. അതേ കണ്ടില്ലേ, ലച്ചു ഭയങ്കരമായ വണ്ടി ഓടിക്കലാണ്. എല്ലാം അറിയാന്നുള്ളതാണ് ധാരണ. മിത്തു പിന്നെ ഇതൊക്കെ പുഴക്കി കയ്യിലെടുക്കൂന്ന് വരെ ഞങ്ങൾ വിചാരിച്ചു. അപ്പൊ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പോ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സൺഡേ. വീണ്ടും സന്ധിക്കും വരെ വണക്കം.